ഇപ്പോൾ ഗൂഢോത്രത്തിൽ യൂസ് ചെയ്യുന്ന കുറേ മെഡിസിൻസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പീനാറി കാഞ്ഞിരം എന്ന് പറഞ്ഞൊരു കാഞ്ഞിരമുണ്ട്. അത് നമ്മൾ ആയുർവേദ ഷോപ്പിൽ പോയാൽ കിട്ടും, ഒരു മെഡിസിനാണത്. ഇതൊക്കെ വെച്ച് നമുക്ക് ഗൂഢോത്രം ചെയ്യാം. ഇനി ഇതേ സാധനം വെച്ചുകൊണ്ട് നമുക്ക് ഗൂഢോത്രത്തിനെ പിൻവലിക്കാനും പറ്റും. ഈ പീനാറി കാഞ്ഞിരത്തിനൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള മെഡിസിനൽ എഫക്റ്റ് ആണ്. അത് നമ്മുടെ ബ്രെയിനിലും മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എനർജി ലെവലിൽ നമ്മളെപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും. 2 റൂമുകളിലായിട്ട് പിയാനോ വായിക്കുന്ന കുറച്ചൊരു ഗ്രൂപ്പിനെ സെറ്റ് ചെയ്തിട്ട് അവിടെ ആ റൂമിൽ അടച്ചുപൂട്ടി. അപ്പോൾ ഒരു റൂമിൽ റിയൽ പിയാനോ കൊടുത്തു, അവരോട് നന്നായിട്ട് വായിക്കുന്ന ആളുകളാണ് ആസ്വദിച്ച് വായിക്കാൻ പറഞ്ഞു. 2ാമത്തെ റൂമിൽ പിയാനോ ഒന്നും കൊടുക്കാതെ നല്ല സങ്കല്പ ശക്തിയുള്ള ആളുകൾ എന്ത് ചെയ്തു, സങ്കല്പത്തിൽ പിയാനോ വായിക്കാൻ പറഞ്ഞു. നമ്മൾ കണ്ടില്ലേ, ചെറിയ കുട്ടികളൊക്കെ ഈ ടീച്ചറായിട്ട് കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവരൊരു ലോകത്താണ്, അവരിങ്ങനെ ആ ടീച്ചറായിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ട് അങ്ങനെ സ്വന്തം ജീവിക്കുകയാണ്. അതുപോലെ പിയാനോ വായിക്കുന്നത് പോലെ എന്ത് ചെയ്തു, ഇമാജിനേഷനിൽ ഇങ്ങനെ പിയാനോ വായിക്കാൻ തുടങ്ങി. അവിടുത്തെ റിസർച്ചേഴ്സ് ചെയ്തത് അത്യാധുനികമായ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് അവരുടെ ബ്രെയിനിൽ വരുന്ന മാറ്റം, അവരുടെ ഹോർമോണിൽ വരുന്ന മാറ്റം, ആ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെ എനർജി ലെവലിൽ മാറ്റം വരുന്നു, ഇതൊക്കെ അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് അളന്നെടുത്തു. ഈ 2 ഗ്രൂപ്പുകളെയും ഇങ്ങനെ റിസർച്ചിന് ശേഷം ഇതിൻ്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഇവരാകെ സ്തംഭിച്ചു പോയി. കാരണം റിസൾട്ട് എന്തായിരുന്നു അറിയാവോ? ഒറിജിനൽ പിയാനോ വായിച്ച ആളുകളുടെയും ഇമാജിനേഷണൽ പിയാനോ വായിച്ച ആളുകളുടെയും റിസൾട്ട് സെയിം ആണ്. അതിന്റെ അർത്ഥം എന്താ? ഇതേപോലെ തന്നെ ശക്തിയുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു കാര്യം ഭാവനയിൽ ചെയ്താലും ഒരു കാര്യം റിയാലിറ്റിയിൽ ചെയ്താലും യൂണിവേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സെയിം ആണ്. മീൻസ് ഞാനിപ്പം ഒരാളെ കത്തി കൊണ്ട് കുത്തി കൊല്ലുന്നതും അയാൾ വരുമ്പോൾ മനസ്സുകൊണ്ടോ അതാവൻ വരുന്നത് അവനെ കുത്തി കൊലപ്പെടുത്തണമെന്ന് സങ്കല്പിക്കുമ്പോഴും പ്രകൃതിയിൽ സംഭവിക്കുന്ന മാറ്റം എന്താ? ഒരേപോലെയാണ്. മനസ്സിലായോ? അപ്പൊ ഇത് തന്നെയാണ് ഗൂഢോത്രത്തിലും. അതായത് ഒരുത്തൻ നശിച്ചു പോകണമെന്ന സങ്കല്പ ശക്തിയോട് കൂടിയിട്ട് ഉപാസകനായിട്ടുള്ള, അതായത് അഥർവവേദം ഉപാസിച്ചിട്ട് പ്രത്യേക രീതിയിലുള്ള, അതായത് മനുഷ്യൻ 3 ഗുണങ്ങളിലാണ്. ഒന്ന് സാത്വികം, രാജസികം, താമസികം. അത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗുണങ്ങൾ ഓരോ ടൈപ്പായിരിക്കും. ഇപ്പൊ ചില ആളുകൾ താമസികനായിരിക്കും, ചില ആളുകൾ സാത്വികനായിരിക്കും, ചില ആളുകൾ രാജസിക ഗുണത്തോടു കൂടിയുള്ളവനായിരിക്കും. താമസിക ഗുണത്തോടു കൂടിയുള്ളവനാണ് എന്ത് ചെയ്യുക? ഗൂഢോത്രം ചെയ്യാൻ പുറപ്പെടുക, ഒരാളെ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി. അപ്പൊ താമസികവും രാജസികവും കൂടിയിട്ടുള്ള വ്യക്തികൾ അവരുടെ മനസ്സ് എപ്പോഴും അങ്ങനെ വരുള്ളൂ. നമ്മളൊരു വിഷം നിറച്ചു വെച്ച കുടമെടുത്തിട്ട് അത് നന്നായിട്ട് കുലുക്കിയിട്ട് അതിൽ നിന്ന് അമൃത് പുറത്തേക്ക് വരുന്നത് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? അതേപോലെ തന്നെ ഗൂഢോത്രം ചെയ്യുന്ന ആളുടെ മനസ്സ് നിറയെ രാജസികവും താമസികവും ആണെങ്കിൽ അയാൾ എത്രയൊക്കെ ചിന്തകളെ പ്യൂരിഫൈ ചെയ്ത് പുറത്തേക്ക് വിട്ടാലും പുറത്തേക്ക് വരുന്ന ചിന്ത എന്തായിരിക്കും? വിഷമയമായിരിക്കും. ആ ചിന്തകൾ വളരെ സ്ട്രോങ് ആയിരിക്കും. കാരണം അയാൾ അത്രയും വിശ്വാസത്തോടു കൂടിയിട്ട് അയാൾ ഉപാസിച്ച് നിൽക്കുന്ന മൂർത്തിയുടെ സഹായത്തോടു കൂടിയാണ് അയാൾ ഗൂഢോത്രം ചെയ്യുന്നത്. അപ്പോൾ ഗൂഢോത്രത്തിൻ്റെ അകത്ത് ഗൂഢമായി ചെയ്യുന്ന സൂത്രം അത് എനർജിയാണ്. ഈ ഇതിനെ തന്നെയാണ് പണ്ടുള്ള ആളുകൾ കണ്ണേറ് എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാളെ, നല്ല കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? കണ്ണ് കിട്ടാതിരിക്കാൻ. കണ്ണ് തട്ടുക എന്ന് പറഞ്ഞാൽ ആ ഭംഗിയെ കണ്ടിട്ട് അസൂയ എന്ന് പറഞ്ഞൊരു ചിന്ത ആ കുട്ടിയുടെ മേലെ പതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ കുട്ടിയിൽ അത് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ലോ ഓഫ് അറ്റൻഷൻ എന്ന് പറയും. ശ്രദ്ധ എവിടെയാണോ പതിക്കുന്നത് അവിടത്തേക്ക് ഊർജ്ജം പ്രവഹിക്കും. അപ്പൊ നമ്മൾ നേരത്തെ യന്ത്രത്തിന്റെ അകത്ത് പറഞ്ഞതുപോലെ യന്ത്രം എങ്ങനെയാണോ എനർജൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയിൽ മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്, അതേപോലെ കുറെ മോശം ചിന്തകൾ കൊടുത്തുകൊണ്ട് ചില മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? ആ മന്ത്രങ്ങൾ ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇപ്പോൾ പണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു മന്ത്രമുണ്ട്, ഓം ആം ഹ്രീം. നേരത്തെ ഞാൻ പറഞ്ഞ മന്ത്രം, അത് ആകർഷണം, അത് പണത്തെ കൂടി ആകർഷിച്ചു കൊണ്ടുവരുന്നതാണ്. വ്യക്തികളെയും ആകർഷിക്കും. അത് ആ വ്യക്തി ഏത് ചിന്തയാണോ കൊണ്ടുവരുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. അയാൾ പണത്തിനെ കൊണ്ടുവരണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് മന്ത്രം ചൊല്ലുന്നത്. എന്ത് സംഭവിക്കും? പണം ആകർഷിക്കപ്പെടും. എന്നാൽ അയാളൊരു ദുരുദ്ദേശപരമായിട്ടൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ വശീകരിക്കണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യും. അപ്പൊ ഈ മന്ത്രങ്ങൾ ചില മരുന്നുകൾ എന്ന് പറയും നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഗൂഢോത്രത്തിൽ യൂസ് ചെയ്യുന്ന കുറെ മെഡിസിൻസുകളുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പീനാറി കാഞ്ഞിരം എന്ന് പറഞ്ഞൊരു കാഞ്ഞിരമുണ്ട്. അത് നമ്മൾ ആയുർവേദ ഷോപ്പിൽ പോയാൽ കിട്ടും, ഒരു മെഡിസിനാണത്. ഇതൊക്കെ വെച്ച് നമുക്ക് ഗൂഢോത്രം ചെയ്യാം. ഇനി ഇതേ സാധനം വെച്ചുകൊണ്ട് നമുക്ക് ഗൂഢോത്രത്തിനെ പിൻവലിക്കാനും പറ്റും. ജ്യോതിഷ പണ്ഡിതനും സ്പിരിച്വൽ ട്രെയിനറുമായ ഡോക്ടർ തുഷാറിനെ ജ്യോതിഷ സംബന്ധമായും ആത്മീയപരമായുമുള്ള പ്രശ്ന പരിഹാരങ്ങൾക്കായി താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുവാൻ ഒരു ഹായ് അയയ്ക്കുക. ഡോക്ടർ തുഷാറിനെ ABC ജ്യോതിഷത്തിലൂടെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.